നമ്മള് കേറാൻ പോകുന്നല്ലോ. പഴയ ചെടികളൊക്കെയാ. ഹലോ ഗൈസ്, ഞങ്ങൾ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവലിന് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ബീച്ച് കാർണിവൽ എന്ന് പറഞ്ഞ് 100 രൂപയ്ക്ക് 2 ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ കേറി വരുമ്പോ ഒരു വൈബാണ് ഗൈസ്. അത് കഴിഞ്ഞ അടുത്ത വൈബാണ് നീ കാണുന്നത്. പക്ഷിയുണ്ട് ഗൈസ്, പക്ഷി. വേറൊരു പക്ഷി ഗൈസ്, അത് വേറൊരെണ്ണം കാണിച്ചത്. തിരിയോടി, ഇത് തിരിയത്തില്ലല്ലേ? തിരി ഒന്ന് കാണിച്ചത്. തിരിയത്തില്ല ഗൈസ്, ഞാൻ തിരിച്ചു കാണിച്ചത്. ഷോർട്ട് എടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇനി എടുക്കാവുന്നേ ഉള്ളൂ ഗൈസ്. കാരണം അത് പാവുക, നമ്മൾ എടുക്കുന്നില്ല. നമ്മുടെ മര്യാദക്ക് കറങ്ങി കിടക്കല്ലേ ഇതിന്. ചാടി വന്നാ കൊല്ലിഞ്ഞു. അപ്പൊ ശരിക്കുള്ള കുരുവിയൊക്കെ പറന്നു പോണു ഗൈസ്. എല്ലാവർക്കും ഭയങ്കര ഫ്രീഡം ആണ് ഗൈസ്. എന്നാ ഒരു മനുഷ്യന് പോലെ അവരെ തൊടുന്നത് പോലുമില്ല ഗൈസ്. ആരും തൊടുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് പറന്നു നടക്കരുത്. നമ്മളായിട്ട് പിടിക്കുന്നുമില്ല, നമ്മളടുത്ത് വരുന്നുമില്ല. എന്തോ ആരും പിടിച്ചു നോക്കുന്നില്ല. എല്ലാവർക്കും ഭയങ്കര സിവിക് സെൻസ് അടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ഒരാൾ ഉറങ്ങും. ഗൈസ്, ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളും ഇതിന്റെ അകത്ത് കണ്ടില്ല. മൊത്തവും ആൾക്കാരാണ്. ഉണ്ട്. പക്ഷേ എടി ഒരു മിനിറ്റ്, ഒരു തത്തയുണ്ട് ഗൈസ്. കാണിച്ചു പറയുന്നതിന് റിപ്ലൈ അടിക്കുന്നു. ആ കൊച്ചിനെ കരയിപ്പിച്ചിട്ട് അന്തസ്സായിട്ടിരിക്കുന്നത് അത്ത. ഗൈസ്, ഇവിടെ അന്തസ്സായിട്ട് പൂച്ച കിടന്ന് ഉറങ്ങുന്നു ഗൈസ്. ഇത് തത്ത. തത്ത എന്ത് പറഞ്ഞാലും റിപ്പീറ്റ് അടിക്കും. ആണോ? ഞാൻ എന്ത് ചിരിച്ചപ്പോ ചിരിച്ചടി ഞാൻ ഹായ് ഇല്ല പറഞ്ഞില്ല. ഞാൻ കാര്യത്തിൽ ഇറങ്ങിയിട്ട് പറയാതെ. അപ്പുറത്തൊന്നുമില്ല. ഇത് ഡാൻസ് കളിക്കുന്നു. കനിപ്പാണ് കേട്ടാ. പേര് ചോദിക്കുന്നതാണ് അവളെ. എടി അങ്ങോട്ട് നോക്ക്. ഞാൻ പോവും. ഒന്ന് ചിരിച്ച അപ്പൊ ചിരിക്കായിരിക്കും. സംസാരിക്കോ? ഇപ്പൊ തന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ ശരി എനിക്ക് തത്ത ഇഷ്ടം. നമുക്കൊരു പൂച്ചനെ കാണാം ഗൈസ്. ഈ പൂച്ചക്ക് എന്തോ പറയാനുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു പൂച്ചയാണ് ഗൈസ്. തൊടാൻ താല്പര്യമില്ല ഗൈസ്. കാരണം ഇത് അറ്റാക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. പൂച്ച കല ഓടിച്ചാലോ. പക്ഷേ കണ്ടിട്ട് ടൈഗർ ലുക്കൊക്കെ ഉണ്ട് ഗൈസ്. പോട്ടെ കുട്ടാ. കൊള്ളാം. പണ്ട് അച്ചാച്ചനായിട്ട് പോയ പോലത്തെ വൈ. അടുത്ത നമ്മൾ പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് പോയി നോക്കാം. അവതാറാടി ഗൈസ്. നമ്മൾ അവതാർ സെറ്റപ്പാണ് ഇപ്പൊ കാണുന്നത്. നീ ഇപ്പോഴാണല്ലോ എന്നാ ഞാൻ വീഡിയോ സൂം ചെയ്തതിന്റെ ഭംഗി. ഹലോ
ഗൈസ് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളുടെ അവതാർ സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ക ഏകദേശം അതൊക്കെ അവിടെ ചെല്ലുമ്പോ കാണുള്ളൂ. അത് ഞാൻ പറഞ്ഞ അവതാറുണ്ടെന്ന്. ഹലോ ഗൈസ്, നമ്മൾ അവതാറിന്റെ പ്ലാറ്റ്ഫോം നമ്മൾ വിടുവാണ്. ഇപ്പൊ കണ്ടത് വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റും അഡ്വഞ്ചറും നല്ല സെറ്റപ്പും ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് മൈ ചേച്ചി. വി ആർ ഗോയിങ് ടു അനദർ സെറ്റപ്പ്. അടുത്തെന്ത് സെറ്റപ്പാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്, നമ്മള് പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഈ ഒരു ഇതോടുകൂടി ഇത് അവസാനിക്കുന്നു. ഇനി പുറത്ത് നിന്നിട്ട് ഞാൻ കാർണിവെല്ലാം കാണിച്ചു ഗൈസ്. നേരത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അടുത്തത് നമുക്ക് ഇവിടെ ഒരു ഷോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു ഗൈസ്. വ്ളോഗിന് പോകാനുള്ള ഒരു വെയിറ്റിംഗ് ലിസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. സോറി, മറ്റേ പരിപാടിക്ക് പോകാനുള്ള. ഓക്കെ ഹലോ ഗൈസ്, അപ്പം നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. Okay guys, we are ready to hello. എടുത്തില്ലടി ഓപ്പൺ ആക്കി. ഗൈസ് ആ ഒരു ഇത് കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ കണ്ടു. നിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട്? സൂപ്പർ ഒന്നും പറയാം, സൂപ്പർ അടിപൊളിയാണ്. എന്റെ അഭിപ്രായം ചോദിച്ചിട്ട് അവളെ എന്നെ കാണിച്ചു പോയി. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു, കൊള്ളായിരുന്നു. സത്യം പറഞ്ഞ് നമുക്ക് ബ്ലോഗ് ഒന്നും എടുക്കാൻ അറിയത്തില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കണ്ടിട്ട് തുടങ്ങിയതാ. അതിന് വേണ്ടിയിട്ട് നല്ല 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 പരിപാടിയായിരുന്നു. നമുക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ, അതൊക്കെ തന്നെ അത്രയൊക്കെ ഉള്ളൂ. പട്ടിക്ക് ഒരാഴ്ച ആഹാരം കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അങ്ങനത്തെ ഒരു പട്ടീനാണ് ഇവിടെ കാണുന്നത്. ബിഗ് ബോസിനകത്ത് വന്നാണല്ലോ. കൈയൊക്കെ കൊടുക്കുന്നു, പിടിച്ച് തിരിച്ചാ തീർന്നു. കൈ പിടിച്ചു പിടിക്കൂ. എനിക്ക് മൈൻഡ് പോലും ചെയ്തു. ഒരേ റോബോട്ടുകൾ ഏതാണ്? കൈ ഓടിക്കല്ലോ.
ആലപ്പുഴ അത് കാണിക്കാൻ വേണ്ടി ഈ സ്ഥലമൊക്കെ കാണിച്ചു പറഞ്ഞത്. ജിംഖാനക്കകത്ത് അതെ അതെ വെട്ടിച്ചോളോ അത്